അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാതെ നമ്മുടെ ബിസിനസ്സിന് മുന്നോട്ട് പോകും തോന്നില്ല. എല്ലാ സൈറ്റുകളിലും അവൻ വന്നിപ്പോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര കാലം ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും? അങ്കിള് നിശബ്ദനായിരിക്കുന്നിടത്തോളം കാലം അവൻ ഇതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? എങ്ങനെയെങ്കിലും അവളെ തിരിച്ചുകൊണ്ട് തരണം സർ. അവന്റെ മോള് എന്നെ തേടി ഇറങ്ങിയതാവും. നിങ്ങൾ വിഷമിക്കാതെ, പോലീസ് എല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്. ഇല്ല സോജ, അത് എന്റെ മോളല്ല. എനിക്കറിയാടോ അതെന്റെ മോളല്ല. തനിക്കറിയോ, ശ്യാമ പോകുമ്പോ മോൾക്ക് 2 വയസ്സാ. ആ 2 വയസ്സുള്ള കുഞ്ഞിനെ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ? സോജ മിടിക്കാടോ അവള്. നല്ല നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. അങ്ങനെ പെട്ടെന്നൊന്നും ഒരു ട്രാപ്പിലും പോയി വീഴില്ല എന്റെ മോള്. അയ്യോ എന്റെ കുഞ്ഞ്, അവക്കൊരാപത്തും വരുത്തില്ലേ എന്റെ ദൈവമേ. ഞാൻ എൻ്റെ അനന്തരവനായിട്ടല്ല, മകനായിട്ടാണ് വളർത്തിയത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനില്ലാതായാലും അവനറിയാം എന്ത് വേണമെന്ന്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. സ്വന്തം മകനെ മാറ്റി നിർത്തിയിട്ട് അനന്തരവനെ മകനായി വളർത്തിയ നിങ്ങളോട് എന്ത് ന്യായവും നീതിയോ അവൻ കാണിക്കേണ്ടത്. കൊടുത്തത് മാത്രമേ തിരിച്ചു കിട്ടൂ, അത് മറക്കണ്ട. ഇറങ്ങിപ്പോയത് തന്നെയാ. അക്കാര്യത്തിൽ അമ്മാവനെന്താ അത്ര ഉറപ്പ്? അത് പിന്നെ ബാഗ് എടുത്തിട്ടാണ് പോയതെന്ന് ചേച്ചി പറഞ്ഞല്ലോ. ബാഗൊക്കെ എടുത്തിട്ട് പോകണമെങ്കിൽ എടാ മോനെ, അവള് ബാഗും കൊണ്ട് തന്നെയാ പോയത്. ആ പടം വരയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ള ബാഗില്ലേ, അത് ഇവിടെ കാണുന്നില്ല. മിക്കവാറും ആ പെണ്ണിന്റെ അടുത്തേക്ക് തന്നെ അവള് പോയിട്ടുണ്ടാവും. ആ കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട ചേച്ചി. ഉറപ്പിച്ചോ, അവൾ എന്തോ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൊച്ചിനെ. എന്നാലും ഇത്തിരിയില്ലാത്ത പെങ്കൊച്ച് എങ്ങനെ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഇവൻ ഇവിടെ കിടന്നുറങ്ങുമ്പോ. അമ്മ മനസ്സിന്റെ സ്നേഹം അന്വേഷിച്ചിറങ്ങിയ അയിനുമോൾ ഇനി കാണാമറയത്തോ? രാത്രിയുടെ ഇരുട്ടിൽ ആ കുരുന്നു ജീവന് ഇനി എന്ത് സംഭവിക്കും? അമ്മ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ടെന്നാ. ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന്. പകയും പ്രതികാരവും നിറഞ്ഞ ജീവിത സന്ദർഭങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.